നമസ്കാരം. ഞാൻ കിളിയൂർ രഞ്ജിത്ത്. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്നു ഞാൻ അവതരിപ്പിക്കുന്നത് പാപ്പനംകോട് എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ പാപ്പനംകോട് എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നു. പാപ്പനംകോട് എന്ന സ്ഥലനാമം എങ്ങനെ സിദ്ധിച്ചു എന്ന് ആദ്യം പരിശോധിക്കാം. 5-ാം നൂറ്റാണ്ടിൽ തെക്കൻ മേഖലകളിൽ ബ്രാഹ്മണ കുടിയേറ്റമുണ്ടായി. കച്ചവടത്തിനും മറ്റുമായാണ് ആദ്യ സംഘം എത്തിയത്. ഇവരെ പേള പാർപ്പാന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. പാർപ്പാൻ എന്നത് ബ്രാഹ്മണ ശബ്ദത്തിൻ്റെ തദ്ഭവമാണ്. തപോധനന്മാരായ ബ്രാഹ്മണർ പിന്നീടാണ് കുടിയേറിയത്. മതവും ചാതുർവർണ്ണയവുമൊക്കെ പ്രചരിപ്പിച്ചത് ഇവരാണ്. ഇവർ മറയോർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പാർപ്പാന്മാരുടെ അധിവാസമാണ് പാപ്പനംകോട് എന്ന സ്ഥലനാമത്തിന് ആധാരമായതെന്ന് കരുതുന്നു. പാപ്പനംകോട് ഒരു ബ്രാഹ്മണ സങ്കേതമായിരുന്നു എന്നതിന് വേറെയും തെളിവുകളുണ്ട്. പാപ്പനംകോട് എന്ന പ്രദേശം ഇടയ്ക്ക് കുറച്ചുകാലം മനുകുലാദിച്ചമംഗലം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഏതാണ്ട് 1000 വർഷം പഴക്കമുള്ള മനുകുലാദിച്ചമംഗലം എന്ന നാമം ഇപ്പോൾ വില്ലേജ് രേഖകളിൽ മാത്രമാണ് അവശേഷിക്കുന്നത്. മനുകുലാദിച്ചമംഗലത്തിൻ്റെ ചരിത്രം തേടിയുള്ള യാത്ര ചെന്നെത്തുന്നത് കുലശേഖര സാമ്രാജ്യത്തിലേക്കാണ്. ക്രിസ്തുവർഷം 962 മുതൽ 1021 വരെ കേരളം ഭരിച്ച ഭാസ്കര രവിയുടെ സ്മരണ നിലനിർത്തുന്ന സ്ഥലനാമമാണിത്. നാടുവാഴികളെ വരുതിയിലാക്കി തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങൾ ഏകഭരണത്തിന് കീഴിൽ ഏകോപിപ്പിച്ച കേരള ചക്രവർത്തിയാണ് ഭാസ്കര രവി. 59 വർഷം ഇദ്ദേഹം രാജ്യം ഭരിച്ചു. ഇദ്ദേഹത്തിന് ലഭിച്ച ബിരുദമാണ് മനുകുലാദിത്യൻ. കുളത്തൂർ കുടവലം രേഖകൾ ഇതിന് മതിയായ തെളിവാണ്. ചങ്ങനാശ്ശേരി മുതൽ വടക്കോട്ട് കാസർഗോഡ് വരെ ഏതാണ്ട് 28 ശിലാരേഖകളും ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഏടും ഭാസ്കര രവിയുടേതായി കണ്ടുകിട്ടിയിട്ടുണ്ട്. എന്നാൽ തെക്കൻ മേഖലയിൽ ആകെ അവശേഷിച്ചത് മനുകുലാദിച്ചമംഗലം എന്ന സ്ഥലനാമം മാത്രം. ഭാസ്കര രവി ബ്രാഹ്മണർക്ക് ദാനം നൽകിയ ഭൂമിക്ക് അവർ ആദരപൂർവ്വം നൽകിയ പേരായിരിക്കാം മനുകുലാദിച്ചമംഗലം. ചരിത്രരേഖകളിൽ പാപ്പനംകോടിന് വേറെയും ചില ബന്ധങ്ങളുണ്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ നായർ പടയാളികൾ താവളമടിച്ചിരുന്നത് പാപ്പനംകോട്ടാണ്. 1778 നെടുമങ്ങാട് കേരളവർമ്മയും തിരുവിതാംകൂർ രാജ്ഞി അശ്വതി തിരുനാൾ തമ്പുരാട്ടിയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കൽക്കുളം സൈന്യം താവളമടിച്ചതും പാപ്പനംകോടാണ്. AD 1809 വേലുത്തമ്പിയെ തളയ്ക്കാനായി റെസിഡൻറ്റ് മെക്കാളയും ഉമ്മിണിത്തമ്പിയും ഗൂഢാലോചന നടത്തിയതും പാപ്പനംകോട് വച്ചായിരുന്നു. തിരുവിതാംകൂർ കൈയടക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം ശ്രമം തുടങ്ങിയ കാലം വേലുത്തമ്പിയായിരുന്നു കണ്ണിലക്കരട്. ആലുവാമൊഴി, ഉദയഗിരി, പത്മനാഭപുരം കോട്ടകൾ ബ്രിട്ടീഷ് പട്ടാളം നിയന്ത്രണത്തിലാക്കി. തുടർന്ന് സെൻ ലോഗാറയുടെ നേതൃത്വത്തിലുള്ള പട്ടാളം പാപ്പനംകോട്ടെത്തി താവളമടിച്ചു. അപകടം മനസ്സിലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ബാലരാമവർമ്മ അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ ഉമ്മിണിത്തമ്പിയുടെ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘത്തെ അയച്ചു. വേലുത്തമ്പിയെ പിടികൂടി മെക്കാളയെ ഏൽപ്പിക്കാം എന്നതായിരുന്നു ഒത്തുതീർപ്പ് വ്യവസ്ഥ. ബ്രിട്ടീഷ് പട്ടാളം രാജധാനി ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു സന്ധിയിലേർപ്പെട്ടത്. ഈ അവസരം ഉമ്മിണിത്തമ്പി പ്രയോജനപ്പെടുത്തി. തന്നെ ദിവാൻ പദവിയിലെത്തിച്ചാൽ കമ്പനി താൽപ്പര്യം സംരക്ഷിക്കാമെന്ന് അദ്ദേഹം ബ്രിട്ടീഷ് പട്ടാളത്തിന് ഉറപ്പു നൽകി. കമ്പനി ഉമ്മിണിത്തമ്പിയെ വിശ്വാസത്തിലെടുക്കുകയും ദിവാനായി വാഴിക്കാൻ രാജാവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ദിവാൻ പദവി ഏറ്റെടുത്ത ശേഷം പാപ്പനംകോട് പട്ടാള ക്യാമ്പിലെത്തിയ ഉമ്മിണിത്തമ്പി മെക്കോളയുമായി ഗൂഢാലോചന നടത്തി. വേലുത്തമ്പിയെ തളയ്ക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത് ഈ കൂടിക്കാഴ്ചയിലാണ്. ബ്രിട്ടീഷ് പട്ടാളത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിച്ചും വേലുത്തമ്പിയോട് കൂറുള്ള തിരുവിതാംകൂർ പട്ടാള ക്യാമ്പുകൾ പിരിച്ചുവിട്ടുകൊണ്ടും ഉമ്മിണിത്തമ്പി വേലുത്തമ്പിയിലേക്കുള്ള വഴി തുറന്നിട്ടു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ വേലുത്തമ്പി ആത്മഹത്യ ചെയ്തു. അങ്ങനെ നെറുകേടിൻ്റെ ഒരു രാഷ്ട്രീയ കളിക്കും പാപ്പനംകോടിന് മൂകസാക്ഷിയാകേണ്ടി വന്നു. മറ്റൊരു ദേശചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.